ഞാൻ റെസിസ്റ്റൻസിൽ വിളിച്ച് എലമെൻറ്റിനോട് കാര്യം പറഞ്ഞു. ആളെ അയക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കണ്ടത് ന്യൂറൽ ഫ്രീക്വൻസി മോഡുലേറ്റർ, സെറിബ്രൽ റെസൊണൻസ് ആംപ്ലിഫയർ, പിന്നെ ഒരു സയോണിക് ചേംബറുമാണ്. അവരുടെ പദ്ധതി വളരെ ഭയാനകമാണ്. ഈ ഇൻഫെക്റ്റഡിന് ഒരു ഹൈവ് മൈൻഡ് ഉണ്ടാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ലൈക്ക് അവർക്കൊരു രാജാവെന്ന പോലെ. ഇൻഫെക്റ്റഡ്സിന് സ്ഥിരതയായ നാഡീപ്രവൃത്തി ഇല്ലെങ്കിലും ചില ഇലക്ട്രോ മാഗ്നറ്റിക് ആൻഡ് സൗണ്ട് വേവ്സിനോട് അവർ പ്രതികരിക്കും. ഇതിൻ്റെ ഫലമായി അവർ ലോ ഫ്രീക്വൻസി ഇലക്ട്രോ മാഗ്നറ്റിക് പൾസസ് പുറപ്പെടുവിക്കും. ഈ കാര്യം മനസ്സിലാക്കിയ അവർ മെറ്റാസി ഡ്രഗിൻ്റെ സഹായം കൂടെയെല്ലാം അവർക്ക് ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു കൺട്രോളറിനെ ഉണ്ടാക്കി. അതിനെ ഒരു സെൻട്രൽ ട്രാൻസ്മിറ്റർ പോലെ പ്രവർത്തിപ്പിച്ചു. മറ്റ് ഇൻഫെക്റ്റഡ്സിനെ ഒരേ രീതിയിൽ ഒത്തുചേർക്കാൻ പ്ലാനിട്ടു. അവരുടെ ന്യൂറൽ സർക്യൂട്ട് കൺട്രോളറിൻ്റെ ഫ്രീക്വൻസിയായിട്ട് ബന്ധിതമാക്കി അയാളുടെ പടയാളികളാക്കാൻ ഒക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ കൺട്രോളറാണ് തലച്ചോർ, ബാക്കിയെല്ലാം അതിൻ്റെ ശരീരം. ഈ ബേസ് മുഴുവനും തകർക്കുക, അത് മാത്രമേ വഴിയുള്ളൂ. വൈകുന്നേരമായപ്പോൾ ഷാങ്ഗ്രില, മാക്സിമസ്, സ്റ്റീഫൻ ഇവർ 3 പേരും എത്തി. സമയം കുറവായിരുന്നതുകൊണ്ട് വലിയ പ്ലാനിങ്ങിന് സമയമില്ലായിരുന്നു. അറ്റാക്ക്, റെസ്ക്യൂ, ബേൺ, ഇതാണ് ഒബ്ജക്റ്റീവ്സ്. കുറച്ചു നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഷാങ്ഗ്രിലയ്ക്ക് എന്തോ സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നവൾ പറഞ്ഞു. ചിലപ്പോൾ എക്സ്പെരിമെൻ്റ് ട്രൈ ചെയ്യുന്നതാവാം അവൾ സെൻസ് ചെയ്തത്. ഷാലയ്ക്കെന്തോ പറ്റിയിട്ടുണ്ട് എന്ന് തോന്നി. എമിലിയും ഞാനും സംസാരിച്ചിരിക്കുന്നത് അവൾ നോക്കി നിൽക്കാറുണ്ട്. എമിലിയുടെ അടുത്ത് അവൾ അത്ര കംഫർട്ടബിൾ ആവാത്തതുപോലെ. റെസിസ്റ്റൻസ് ഫോഴ്സിൻ്റെ തുടക്ക സമയത്താണ് അത് സംഭവിച്ചത്. വൺ നൈറ്റ്, വൺ സ്പാർക്ക്, ആൻഡ് ഇറ്റ് ഫോളോസ് us around like a shadow. ലോകത്തിപ്പോൾ 2 ഷാങ്ഗ്രില തിയറിയുണ്ട്. ഒരെണ്ണം FODൻ്റെ തിയറി, മറ്റേത് എലമെൻറ്റ് ഞങ്ങൾ മെൻസ് ഗ്രൂപ്പിനോട് പറഞ്ഞ തിയറി. രണ്ടിലേക്കും ഇപ്പോൾ ഞാൻ പോകുന്നില്ല. സ്റ്റീഫൻ ഞങ്ങളുടെ ബയോഷിപ്പായ റെസിസ്റ്റൻസ് ഹോക്കിൽ അവരുടെ ടോപ്പ് ലെയറിലേക്ക് ഫയർ ചെയ്തു. എഡ്ഡിക്ക് ഷിപ്പിൻ്റെ കൺട്രോളിംഗ് കൊടുത്ത് ഞാനും ഷാലയും സ്റ്റീഫനും താഴെ ഇറങ്ങി. ഞങ്ങളെ കാത്ത് പ്രീസ്റ്റ് നിൽപ്പുണ്ടായിരുന്നു. അവൻ എൻ്റെ നേർക്ക് തന്നെ വന്നു. അവൻ അവൻ്റെ ഡയമണ്ട് ഫിസ്റ്റ് ഉപയോഗിച്ച് എൻ്റെ മുഖത്തിടിച്ചു. ഇറ്റ്സ് ബിൻ എ വൈൽ ഇത്ര സിവിയറായ ഒരു പഞ്ച് കിട്ടിയിട്ട്. അവന് കൊടുത്തത് എന്ത് സെറമാണെങ്കിലും അവൻ എന്നേക്കാൾ സ്ട്രോങ് ആണ്, ഫാസ്റ്റാണ്, ആൻഡ് ഓൾസോ ടൈം റെസ്ട്രിക്ഷൻ ഇല്ല. ഞങ്ങൾ കുറേ നേരം ഫൈറ്റ് ചെയ്തു. സ്റ്റീഫൻ ആളുകളെ സേവ് ചെയ്യുന്നു. ഷാല ഗാർഡ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഷീ ഈസ് സൂപ്പർ സ്ട്രോങ് ആൻഡ് എ ഗുഡ് ടെലിപാത്ത്. ഞാൻ റിച്ചാർഡിനോട് ചോദിച്ചു, നിനക്കെങ്ങനെ ഇത് ചെയ്യാൻ കഴിയുന്നുവെന്ന്. അവൻ പറഞ്ഞു, ഐ ചോസ് വൈസ്ലി. ഞാൻ തിരിച്ചു പറഞ്ഞു, എൻ്റെ സുപ്പീരിയേഴ്സ് ശരിയായിരുന്നുവെന്ന്. അവർ ഒരു ടെററിസ്റ്റിന് സെറം കൊടുത്തില്ലെന്ന്. അവൻ പറഞ്ഞു, ഞാൻ നാളേക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നതെന്നും അവന് പകരം അവർ തിരഞ്ഞെടുത്ത ഞാൻ തെറ്റായ ഓപ്ഷനാണെന്നും. ഞാൻ വീണ്ടും ശക്തിയായി പൊരുതി. ഇതിനിടയ്ക്ക് വേറെ ഒരു കാര്യം സംഭവിച്ചു. അവസാനമായി എക്സ്പെരിമെൻറ്റിന് കൊണ്ടുപോയ ആൾ തിരികെ ഇൻഫെക്റ്റഡായി അവരുടെ സെല്ലിലാക്കിയിട്ട് ഏകദേശം 8 മണിക്കൂർ. ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് അവർ അലറുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് അവർ അലറുന്നത് നിർത്തി തിരിഞ്ഞു നിൽക്കുന്ന അവസാനം കൊണ്ടുവന്ന ആളെ നോക്കുന്നു. സ്റ്റീഫൻ ഇത് നേരത്തെ കണ്ട് അവൻ എല്ലാവരെയും ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്തു തുടങ്ങി. പെട്ടെന്ന് അവസാന ഇൻഫെക്റ്റഡ് കണ്ണു തുറന്നു. ഷാല അപ്പോഴേക്കും ബോധം കെട്ട് വീണു, മുകളിൽ നിന്ന് നേരെ താഴേക്ക്. എനിക്ക് പെട്ടെന്ന് തോന്നി, പേടിയായി. മേ ബി ഇറ്റ് വർക്ക്ഡ്. ആൻഡ് ഷാല, അവളൊരു മ്യൂട്ടേഷൻ വന്ന ഒബ്സ്ക്യുറൻറ്റുമാണ്. ഞാൻ അവളുടെ അടുത്തേക്ക് ഓടാൻ ശ്രമിച്ചു. എന്നാൽ റിച്ചാർഡ് എന്നെ പുറകിലോട്ടെടുത്തിട്ടു. ഞാൻ സ്റ്റീഫനോട് ഷൂട്ട് ചെയ്യുന്നത് നിർത്തി ഷാലയെ അറ്റാക്ക് ചെയ്യുന്നവരുടെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. എഡ്ഡിയോട് റെസിസ്റ്റൻസ് ഹോക്കിൽ നിന്നും ആ ലൊക്കേഷനിലേക്ക് ഫയർ ചെയ്യാൻ പറഞ്ഞു. ആ ബിൽഡിംഗ് ഇടിഞ്ഞ് അവിടെ തീ പിടിച്ചു. രക്ഷിച്ച് പുറത്തെത്തുന്ന ആൾക്കാരെ സഹായിക്കാൻ ഞങ്ങൾ എമിലിയെ നിർത്തിയിട്ടുണ്ട്. എക്സ്പെരിമെൻറ്റ് ചേംബറിലും തീ പിടിച്ചു. റിച്ചാർഡ് അലറി വിളിച്ച് എന്നെ വലിച്ചെറിഞ്ഞ് അങ്ങോട്ടേക്ക് ഓടി. ഞാനും സ്റ്റീഫനും ഷാലയും ഇപ്പുറത്ത്, അവൻ അപ്പുറത്ത്. മേ ബി ഹീ സ്ട്രോങ്ങർ, പക്ഷേ ഞാൻ വാമ്പയർ ആയത് അവനും മുൻപാണ്. ചിലപ്പോൾ എനിക്ക് മനസ്സിലായത് അവൻ അറിഞ്ഞിരിക്കില്ല. ഇതിൽ എന്തൊക്കെ മാറ്റം വരുത്തിയാലും സെറം അത് റിച്ചാർഡിലല്ലേ. റിച്ചാർഡ് ഈസ് റിച്ചാർഡ്, അത് മാറില്ലല്ലോ. ചേംബർ ഒന്നും ചെയ്യാൻ ഒക്കില്ലെന്ന് അവന് മനസ്സിലായി. അവൻ ഞങ്ങളുടെ നേരെ തന്നെ വരാൻ നോക്കി. കുറേ നാളിന് ശേഷം ഞാൻ എൻ്റെ തണ്ടർ ക്ലാപ്പ് യൂസ് ചെയ്തു. വളരെ വേഗത്തിൽ അവന് നേരെ 2 കൈകളും ചേർത്ത് വെച്ച് ക്ലാപ്പ് ചെയ്തു. അവനത് താങ്ങാൻ പറ്റാതെ തെറിച്ചു വീണു. ചേംബർ മുഴുവൻ ഇടിഞ്ഞ് അവൻ്റെ ദേഹത്ത് വീണു.
അവനെ ആ ബിൽഡിംഗ് പോർഷൻ മൂടി. ഇൻഫെക്റ്റഡ് സെൽസും കത്തുന്നുണ്ട്. ബിൽഡിംഗ് ഇനി എപ്പോൾ വേണോ ഇടിഞ്ഞു വീഴാം. ശാലയെ കയ്യിലെടുത്ത് ഞങ്ങളെല്ലാം രക്ഷപ്പെട്ടു. തിരികെ ഞങ്ങളുടെ ക്യാമ്പിലെത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ ശാല എഴുന്നേറ്റു. ആ റൂമിൽ അപ്പോൾ എമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എമിലി ശാലയുടെ കൈ പിടിച്ച് "ആർ യു ഓൾ റൈറ്റ്?" എന്ന് ചോദിച്ചു. അവൾ ഓക്കെ ആണെന്നും അപ്പോൾ കിട്ടിയ എന്തോ സിഗ്നലിൽ അവളുടെ മൈൻഡ് മരവിച്ചു പോയി എന്നും അവൾ പറഞ്ഞു. അങ്ങനെയാണ് അവൾ ബോധം കെട്ടതും. ഞാൻ തിരികെ എത്തിയപ്പോൾ എമിലിയും ശാലയും നല്ല സംസാരത്തിലായിരുന്നു. ഒരുമിച്ച് കോഫി കുടിച്ച് ചിരിച്ചൊക്കെ ഇരിക്കുന്നു. ഞാനും സ്റ്റീഫനും പിന്നീടാണ് ആ റൂമിലേക്ക് കയറിയത്. പുറകെ എഡ്ഡി കയറി വന്നിട്ട് പറഞ്ഞു, "ഗൈസ്, എലമെൻ്റ് വിളിച്ചു. നമുക്ക് തിരിച്ചെത്താൻ സമയമായിരിക്കുന്നു." പിറ്റേ ദിവസം ഞങ്ങൾ നമ്മുടെ റെസിസ്റ്റൻസ് ഫോഴ്സ് മെയിൻ ബേസിലേക്ക് തിരിച്ചു, അടുത്ത മിഷനു വേണ്ടി.